മാമോദിസയ്ക്ക് ഉപയോഗിച്ച വസ്ത്രങ്ങൾ വീണ്ടും ഉപയോഗിക്കാമോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, മാമോദിസയ്ക്ക് കൂദാശയ്ക്ക് പങ്കെടുക്കുമ്പോൾ മാമോദിസയുടെ അവസാനം കാർമ്മികനായിരിക്കുന്ന വികാരി അച്ഛനോ അല്ലെങ്കിൽ വൈദികൻ ചില ഉപദേശങ്ങൾ നൽകും. അതിൽ പറയുന്നതാണ്, മൂറോൻ വസ്ത്രത്തിൽ പറ്റിയിട്ടുണ്ട്, അത് കഴുകി കുഴിച്ച് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ ഒഴുകിക്കളയോ ചെയ്യണം എന്ന് പറയാറുണ്ട്. പലപ്പോഴും പലരും അത് അതേപടി ചെയ്യാറുമുണ്ട്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോഴാണ് ആ കാര്യം എനിക്ക് മനസ്സിലായത്. മാമോദിസയ്ക്ക് ഉപയോഗിച്ച വസ്ത്രം പിന്നീട് വേറെ ഒന്നിനും ഇടില്ല എന്ന്. അതൊരു തെറ്റായ ചിന്തയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. സഹോദരങ്ങളെ, കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് സമ്പത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ. വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം പേരുടെ ഒരു വലിയ വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു രീതിയല്ലേ മറ്റൊരു രീതിയിൽ. അതുകൊണ്ട് തന്നെ 2-3 വസ്ത്രങ്ങൾ ഇങ്ങനെ കൗദാശികമായി ഉപയോഗിച്ചത് പിന്നീട് ഒന്നിനും ഉപയോഗിക്കാതിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ മാമോദിസായ്ക്ക് ഉപയോഗിച്ച വസ്ത്രം. പ്രത്യേകിച്ച് ഇപ്പോൾ കടകളിൽ ഇതൊരു ചെറിയ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയുടെ കണ്ടുകൊണ്ട് അവരത് മാമോദിസ കിറ്റ് എന്ന് തന്നെ വിളിക്കാറുണ്ട്, ബാപ്റ്റിസം കിറ്റ്. അപ്പോൾ ബാപ്റ്റിസം കിറ്റിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തി അവരത് കിറ്റ് വിതരണം ചെയ്യുമ്പോൾ നമ്മളത് മേടിക്കും. അത് എന്തു ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളത് മാമോദിസയ്ക്ക് ഉപയോഗിച്ചതിന് ശേഷം അതേപടി മടക്കി അവിടെ വെച്ചേക്കുക. എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നതാണ്, ഇങ്ങനെ മാമോദിസ കിറ്റ് വേണം, ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ വസ്ത്രം ധൈര്യമായി കുഞ്ഞുങ്ങളെ വീണ്ടും ഇടിവിക്കാം. പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുപോകാം. പള്ളിയിലെന്നല്ല, എവിടെയും കൊണ്ടുപോകാം. കാരണം നല്ല വെള്ള വസ്ത്രമായിരുന്നു, അതും ഹൈലി കോസ്റ്റ്ലിയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെ വേണേലും അത് കൊണ്ടുപോകുന്നതിന് യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയമില്ല, അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് മന്ത്രകോടി എന്ന് നമ്മൾ വിളിപ്പിക്കുന്ന മൂടുപടം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് മന്ത്രകോടിയെ നല്ല വിളിക്കേണ്ടത്, അത് മൂടുപടമാണ്. ഇപ്പം എൻ്റെ വീട്ടിലുൾപ്പെടെ അത് മന്ത്രകോടിയായിട്ടാണ് പറയപ്പെടുന്നത്. മന്ത്രകോടി എന്ത് ചെയ്യണം? മന്ത്രകോടി ഞങ്ങൾ എന്നും കൊണ്ട് തരണം. മന്ത്രകോടി ഇല്ല. മന്ത്രകോടി എന്ന് പറയുന്നത് വേറൊരു മതത്തിൻ്റെയാണ്. നമുക്കുള്ളത് മൂടുപടമാണ്. അതിന് സാരി വേണോ നിർബന്ധവുമില്ല. മൂടുപടം അതൊരു അടയാളമാണ്. ആ അടയാളം ധരിപ്പിച്ച് പെൺകുട്ടിയെ ചെറുക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്ന് മാത്രം അർത്ഥം. അപ്പം ആ സാരിയും, അതായത് മൂടുപടമായി ഉപയോഗിച്ച സാരിയും വേറൊരിടത്ത് ഉടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. വാഴ്ത്തിയതാണ് പോലും. വാഴ്ത്തിയതാണ്ട് എന്നാ കുഴപ്പം? വാഴ്ത്തിയതാണ്ട് എന്നാ കുഴപ്പം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കഴുത്തിലിട്ട മാല, കയ്യിലിട്ട മോതിരം, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ട് പണയം വെക്കും, അത് വിൽക്കും. അല്ല എന്നാ അതിനു വേണ്ടി പ്രാധാന്യം ധരിക്കുന്നത്? അത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം, അയൽവക്കത്തെ വീട്ടിലെ മാലകൾ എടുത്തുകൊണ്ട് വന്ന് മാല വാഴ്ത്തിയവരുണ്ട്. കാരണം അന്ന് പൈസ ഇല്ല, ചെറിയ വിലയുള്ള സ്വർണ്ണത്തിനെങ്കിലും അത്രയും വില എടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എന്താ ചെയ്ത്? അയൽവക്കത്തെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. കേട്ടിട്ടുണ്ട്, ഷെമ്മാശന്മാരുടെ കല്യാണത്തിന് തിരുമേനിമാരുടെ മാല വെച്ച് വാഴ്ത്തുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം അതിൻ്റെ ആന്തരിക അർത്ഥത്തിനാണ് പ്രാധാന്യം, അല്ല ഭൗതിക അർത്ഥത്തിനല്ല. ആന്തരിക അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കിരീടം വാഴ്വ നടത്തുന്നത്. അപ്പോൾ കിരീടമാണ് പ്രധാനമായി നിൽക്കുന്നത്, അല്ലാതെ അതിനകത്തെ ഒരു പെർട്ടിക്കുലർ തിങ് അല്ല എന്നോർത്തെടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഈ സാരി ആയിരുന്നാലും ഇങ്ങനെയുള്ള ഡ്രസ്സുകളായിരുന്നാലും നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. പലപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, ചെറിയ ചെറിയ ഉപദേഷ്ടാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ സഭയുടേതാണെന്ന് പറഞ്ഞ് പലതും പഠിപ്പിക്കുന്നുണ്ട്. സഭയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല.
അവർ കേട്ടതാണ്, അവരുടെ വല്യമ്മച്ചി പറഞ്ഞതെന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളാണ്. അതിലെത്രമാത്രം ശരിയുണ്ടെന്ന് അറിയണമെങ്കിൽ തുടർ പഠനം നടക്കണം. അത് വേദോസ്തമാണെങ്കിലും സഭാവിശ്വാസമാണെങ്കിലും തുടർ പഠനം നടക്കണം. ഇതതില്ല. എങ്ങനെയെങ്കിലും സഭാവിശ്വാസിയാണെന്ന് പറയപ്പെടണം, അതിന് മുകളിലൊരാഗ്രഹമില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ പഠിക്കാനിടയാകട്ടെ. ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിനകത്തേക്ക്, നിങ്ങൾക്ക് ഫോൺ നമ്പറൊക്കെ വിസിബിളാണ്, എൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ധൈര്യമായി ചോദിക്കാം. ആരുടെയും പേര് പറയാനോ ആരെയും നാണം കെടുത്താനോ ഒന്നും എൻ്റെ ജോലിയല്ല. എന്നാലാകും വിധം ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, പഠിപ്പിക്കുക. ഓർത്തഡോക്സ് സഭാ വിശ്വാസിയായി ജീവിക്കുന്നുവെങ്കിൽ ഓർത്തഡോക്സുകാരനായി ജീവിക്കുക, അത് പറഞ്ഞു നൽകുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.